ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് കൊണ്ട് സ്വാഗതം ഗായ്സ്. അപ്പം നമ്മൾ ഇന്നത്തെ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മളെ ഹൊറർ വേൾഡിക്ക് ഒരു മോഡ് കൊണ്ട് ചേർക്കാറുണ്ട്. ആ ഒരു മോഡ് ഇപ്പോൾ ഇത് നമുക്ക് മരമൊക്കെ പെട്ടെന്ന് മുറിച്ചാലുള്ള ഒരു സംഭവമാണ്. അത് അവിടെ നമുക്ക് ഏഡ് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീർക്കാം. എന്നാൽ ഹൊറർ വേൾഡിലേക്ക് ഒരു മോഡ് ചേർത്തുണ്ട്. നമുക്ക് നേരെ വീഡിയോയുടെ പോകാം. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീണ്ടും ഞാൻ പറയുന്നു, ഈ ഒരു ഹൊറർ വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. പിന്നെ ഇന്ന് അതുമാത്രമല്ല, ഇന്ന് നമുക്ക് പുതിയ അപ്ഡേറ്റോടെയാണ് ഉള്ളതെന്ന്. പുതിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നതിന് 16-ാം തീയതി ഒരു അപ്ഡേറ്റ് വരുന്നുണ്ടെന്ന്. പക്ഷേ 16-ാം തീയതി എപ്പോഴും അപ്ഡേറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അത് 8 മണിക്കായിരുന്നു ഗൈസ്. ഇത് രാത്രി 8 മണിക്കല്ലേ, അത് അന്നായിരുന്നു ഇതിൻ്റെ അപ്ഡേറ്റ്, മൈൻക്രാഫ്റ്റിൻ്റെ പുതിയ അപ്ഡേറ്റ്. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് കാണുന്നുണ്ടെങ്കിൽ അത് കാണാൻ ബാക്കിലാണ് നിങ്ങൾ കേവിൻ്റെ ഉള്ളിൽ കൊണ്ടുവരും. കേവിൻ്റെ ഉള്ളിലാണ് അപ്ഡേറ്റിൽ അയക്കണത്. മറ്റൊരു ജെല്ലിൻ്റെ പോലത്തെ ഒരു സംഭവമില്ലേ, ഇതേമാതിരി ഒരു ബ്ലോക്ക് പോലെയുള്ളൊരു സംഭവം ഉണ്ടാവും. അതൊക്കെ നമുക്ക് പുതിയതായിട്ട് പരിചയപ്പെടാം. പിന്നെ മറ്റൊരു മോഡും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിനായിട്ട് നമ്മുടെ പേര് പിക്കാക്സ് ഓടാരയുടെ പോയി ഇതിലല്ലോ. അത് മാത്രമല്ല, ഇതല്ലല്ലോ ഇതാണോ അല്ലല്ലോ, ഇതല്ലേ മാറിപ്പോയി കേസ്. ഇത് തിരുവല്ലേ? ഇതിലാണോ? ഇവിടെയാണ് നമ്മള് ഡൈനിങ് ടേബിള്, എൻജൈനിങ് ടേബിളും പിന്നെ നമ്മളെ ഫർണസും ഇല്ലത്. അപ്പോൾ ഇതാണ് നമ്മളത്. ഇതിലെന്തെങ്കിലും സ്മെൽറ്റ് ചെയ്യാൻ വെച്ചതെന്ന് വെച്ചാൽ ഇത് മാത്രമേ ഉള്ളൂ, അയൺ മാത്രം സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. നമുക്ക് ടൂൾസും കാര്യങ്ങളൊക്കെ അയണിലോട്ടാകും. അയൺ ടൂൾസ് പറഞ്ഞാൽ നമ്മളെ പിക്കാക്സ് മാത്രമേ ഉള്ളൂ, ഓടാലി അത് മാത്രമേ ഉള്ളൂ. അതെന്താ ഈ നടുക്കത്ത് മാത്രം വരാത്തത്? എന്താണെന്നറിയില്ല ഗൈസ്. ഈ ഒരു നടുക്ക് മാത്രം ഒരു സാധനം പോണില്ല. അത് എന്താണെന്ന് വെച്ചറിയില്ല, പക്ഷെ അതാണില്ല. എന്നാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴോ അത് ആകണമുണ്ട് കണ്ടോ. എന്താ അതിൻ്റെ പ്രശ്നം ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഗൈസ്. അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചപ്പോഴും മനസ്സിലായില്ല. പക്ഷെ എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട്, ഒരു പ്രോബ്ലം ഉണ്ട്. മറ്റേ കുതിർന്ന ഷേഡർ ആനത് അത് വേണോ? അത് വേണ്ടല്ലേ, കുറേ എല്ലാ അത്യാവശ്യമൊന്നുമില്ല. പിക്കാക്സ് വേണമല്ലോ, പിക്കാക്സ് മറ്റേ കൊളാലി 2 നോട്ടെ. നമുക്ക് പേര ഇവിടെ നിന്ന് മാറും വേണം. പക്ഷേ നമ്മൾ പേര മാറാനായിട്ട് വേറെ വില്ലേജ് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇന്നത്തെ കോള അതാക്കല്ലേ, നമുക്ക് വേറെ വില്ലേജ് കണ്ടെത്താം. പിന്നെ വേറെ വില്ലേജ് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്ത് പോയാലാണ് വേറെ വില്ലേജ് കിട്ടുക? അവിടെ നമ്മൾ പംകിനൊക്കെ കാണുന്നുണ്ട്. പംകിൻ കാണുന്ന ഇപ്പം ആ ഭാഗത്ത് ഉണ്ടാവാനാണ് സാധ്യത. നമുക്ക് ഈ ഒരു ബെഡും പൊട്ടിച്ച് നമ്മളെ എൻജൈനിങ് ടേബിളും പൊട്ടിച്ച് പിന്നെ നമ്മളെ വാർണസും പൊട്ടിച്ച് നമുക്ക് നേരെ വില്ലേജ് തേടി കണ്ടുപിടിച്ചാൽ പോകാം ഗൈസ്. ഇന്നത്തെ ഒരു സ്ഥലത്ത് വില്ലേജ് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഓരോ വില്ലേജിൻ്റെ ഓരോ മൂലൊക്കെയാണ്. ഇവിടെ 2-3 വില്ലേജ് ആണെന്നുണ്ടെങ്കിൽ ബാക്കി 2-3 വില്ലേജ് മുകളിൽ എത്താപ്പത് നടക്കണ പരിപാടി. ഇപ്പം അതൊക്കെ അങ്ങോട്ട് കൊണ്ട് വണ്ടിപ്പാൻ കളിച്ചാണെന്ന് ചോദിച്ചാൽ
ഇനിയിപ്പോൾ മാത്രമല്ലല്ലേ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ കയറി പോകുമ്പോണ്ട് അതും ഒരു ടാസ്ക് ആണല്ലോ. വരാ ആരൊക്കെ ഇവിടെ പോയത്? പൂച്ച ഞാൻ വീട്ടിൽ അറിയില്ല, മറ്റേ മോൺസ്റ്റർ അറിയില്ല വിചാരിച്ചു. നൈറ്റ് ആവുണ്ടോന്നൊരു സംശയം. ഇല്ലയെന്നില്ല, നൈറ്റ് ആവുന്നുണ്ട്. എന്ത് ചെയ്യും? ഇന്ന് നമുക്ക് കടന്നുറങ്ങിയിട്ട് പോവാം. ഓക്കെ ഗൈസ്, നമുക്ക് കടന്നുറങ്ങിയിട്ട് നേരം കൊടുത്തിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇപ്പം മുകളിലെത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ എവിടെയോ കുട്ടി സോമ്പി ഉണ്ടല്ലോ. പിന്നെ ആ മോഡിൻ്റെ അല്ലേ ഞാനൊരു മരം വെട്ടുണ്ട് അതിൻ്റെ, അതെന്തിനാന്ന് വെച്ചാൽ ഇതാക്കിയാണ് ഉണ്ടല്ലേ. ഇതേമാതിരി നമുക്ക് ഈസി ആയിട്ട് മരങ്ങളൊക്കെ വെട്ടി മുറിച്ചാൽ മോവ് വരുന്നതിന് മുന്നേ പെട്ടെന്നൊക്കെ മരം മുറിച്ചണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡ് നല്ല തന്നെയാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ, എവിടെയോ സോംബി ഉള്ള പോലെ തോന്നുന്നുണ്ട് ഗൈസ്. നമ്മുടെ കുറച്ച് ആ കൊച്ചുമുണ്ട പേടിച്ചേണ്ടത്, ആ കൊച്ചുമുണ്ടനാണ് കഴിച്ച് നമുക്ക് ആദ്യം പേടിച്ചേണ്ടത്. അതാണ് കുറച്ച് ഡേഞ്ചറായൊരു ഈ ഒരു ഇതിലെ ഇത് പേടി സ്വപ്നം. ഭയങ്കരത്തിലുള്ള ഓരോ പേടി സ്വപ്നം ഇതാണ് മറ്റേ കൊച്ചുമുണ്ട. അത് വന്നാൽ പിന്നെ പ്രശ്നമാണ്, തല്ലാനും കിട്ടുമല്ലേ പെട്ടെന്ന് കഴിഞ്ഞ്. അതാണ് പേടി. നമുക്ക് ഏതായാലും വില്ലേജ് കണ്ടെത്താൻ പറ്റുന്നുണ്ടോട്ടെ. നമുക്കിനി അതല്ലേ ഇന്നത്തെ കോളം. അതായത് ഈ ഒരു വില്ലേജ് തീരെ കുറച്ച് സൗണ്ട് കയറിപ്പോയോ എന്ന് സംശയം. ഇത് മതി. വില്ലേജൊന്നും കണ്ടെത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു വീടുണ്ടാക്കാമായിരുന്നു. നല്ലൊരു വീടുണ്ടാക്കാമായിരുന്നു, പക്ഷെ അതിന് കിട്ടുന്നില്ലല്ലോ. ആണ് ഈ വില്ലേജ് കണ്ടെത്താൻ കുറച്ച് പണിയാണ്. കുറേ ദൂരം വണ്ടിപ്പായണം, എന്നാലേ ഒരു വില്ലേജ് പറഞ്ഞ സംഭവം കിട്ടുള്ളൂ. ഈ ഒരു അലാക്ക് മല ഞാൻ കയറണം എങ്ങനെ? ഈ അലാക്കിയിട്ട് അത്ര വലിപ്പല്ലൊരു ആകാശത്തെ തൊട്ട് എത്തിയില്ലാന്ന രീതിയിലുള്ള വലിപ്പല്ല മല. ഒരു മല ഞാൻ കയറിപ്പോണോ? ഭയങ്കര ടാസ്ക്കാണല്ലോ. എൻ്റെ പൊന്നേ, ഈ ഒരു മല കയറുമ്പോഴത്തേന് ഈ ഒരു എപ്പിസോഡ് തീരുമല്ലോ. ഒന്ന് എന്ത് ചെയ്യും ഗൈസ്? ഈ ഒരു മല കയറണോ, ഈ മല കയറുന്നത് കാണിച്ചു തരണ്ടേ? എന്തൊക്കെ ചെയ്യപ്പത്? വിഷയമല്ലേ, നമുക്ക് എന്ത് ചെയ്യാം. ഈ ഒരു മല കയറുന്നത് വീഡിയോയിൽ കാണിച്ചു തരില്ല. നമുക്ക് ഈ മല എങ്ങനെയും കയറിയാണ്ട് ഇതാക്കാം. അതിനായിട്ട് നമ്മളെന്ത് ചെയ്യും? മൊത്തമാണ് ഇതാക്കാട്ട് നമുക്ക് ഇത് വെച്ചാണ്ട് മുകൾക്ക് കയറി പോവാം. ആ മല കഷ്ടപ്പെട്ട് കയറുന്ന നേരം ഇത് ഇങ്ങനെ അട്ടിക്കട്ടിക്കച്ച് കയറണ നല്ലത്. എവിടുന്ന പട്ടി വരക്കുണ്ടല്ലോ, തിരിയാണ്ടേ. എവിടുന്നത്? ഓ ഇതാണ്.
അന്നപ്പോൾ ഇതാക്കാനായിട്ട് എല്ല് നമ്മളതിൽ ഇല്ലല്ലോ എനിക്ക് മോനെ, നമ്മളതിലൊന്നുമില്ല. നമ്മൾ സ്റ്റോറേജ് ഒന്ന് ക്ലീൻ ആക്കട്ടെ. ആകെ ചപ്പൻ ചോറൊക്കെ നമ്മളതിലിട്ട് ഇല്ലാത്ത സാധനങ്ങളില്ല നമ്മളിട്ട്. കുറച്ച് സാധനങ്ങളോട് ഒഴിവാക്കിയിട്ടാൽ നമുക്കെന്തായി, കുറച്ച് സ്ഥലമായി. കുറച്ച് കല്ല് ഇതിരുന്നോട്ടെ. കല്ല് എപ്പോൾ ആവശ്യം വരും, ചിലപ്പോൾ ആവശ്യം വരില്ല. ഒക്കെ ഇതിൽ നിൽക്കട്ടെ. ഇപ്പം എന്തായി, ഒരു അത്യാവശ്യത്തിലുള്ള ഒരു സ്ഥലമായി. ഈ ഒരു സ്റ്റിക്ക് ഇതിനുള്ളിൽ നിന്നോട്ടെ. എന്തൊക്കെയൊക്കെ അതിൻ്റെ പോയിരുന്നു. ഓക്കെ ഗൈസ്, ഇപ്പോൾ കുറച്ച് സ്ഥലമായി ഇൻവെൻട്രി എന്തിനാട്ടെ. പക്ഷേ അതൊന്നും നല്ലല്ലേ നമുക്ക് ടാസ്ക്. ഇതാണ് ഈ ഒരു മലകയറലാണ് ടാസ്ക്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യാം ഗൈസ്. അവിടെ സോംബികൾ പണ്ണണം. മറ്റേതാണെങ്കിൽ തുപ്പി കളിച്ചണം. ഭയങ്കര തുപ്പലാണ് തെറിച്ചെടുക്കുന്നത്. അപ്പോൾ ഗൈസ് ആ ഒരു ടാസ്ക് തീർന്നു നിൽക്കുന്നു ഗൈസ്. നമ്മളിതാ അവിടുന്ന് ഇവിടെ വരെ എത്തി. നമ്മൾ ഇരുമാരെ നമുക്ക് ഇങ്ങനെ കയറേണ്ടി വന്നു, അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അല്ലാതെ ആ മല കയറുക പറഞ്ഞാൽ അടിയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരിക പറഞ്ഞാൽ ചില്ലറ ടാസ്ക്കൊന്നുമില്ല. നമുക്ക് ഏതായാലും ഇവിടെ എത്തിയപ്പോൾ തന്നെ അയൺ കിട്ടി. നമുക്ക് അയണൊക്കെ മൈൻഡ് ചെയ്തെടുക്കുക. നമുക്ക് അത്യാവശ്യം വരും. ഇപ്പോൾ ആവശ്യം വരുമെന്ന് പറയാനില്ല. തൊട്ടപ്പുറത്തല്ലേ എമറാൾഡ് അല്ല കാണുന്നത്, അതും മൈൻഡ് ചെയ്തൊക്കെ. കോളിങ് വേണം, എന്നാലും അത് എടുത്തേക്കണ്ട്. കുറച്ചെടുത്താൽ മതി, താനും വേണ്ട, മതി, ഇത്ര നല്ല മതി. എമറാൾഡ് നമുക്ക് എടുക്കണം ഗൈസ്. എടുത്തേക്കാല്ലേ, പിന്നെ അവിടെ ഇട്ടാണ് പോണത്. അതിനൊരു സങ്കടം വേണ്ട, എടുത്തില്ല പറഞ്ഞത്. കുറേ അയണുണ്ടല്ലോ ഗൈസ്, ഇതൊക്കെ എടുത്ത് തീരണോ? അത്യാവശ്യം പിന്നെ അല്ലേ എടുത്തേക്കാം. എടുക്കണമല്ലോ, എടുത്തിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പോൾ ഇവിടെ ഒന്നുള്ളൂ. ഇവിടെ ഇതിന് 2 3 2 3 കുറേ ഉണ്ടല്ലോ. ഇതൊക്കെ നമുക്കുള്ള 2 3 4 എന്നിട്ട് 10 ഉണ്ടല്ലോ. അത് കളിച്ചല്ലേ ഉണ്ടോ? അത് കുറേ ഉണ്ട്. അവിടെ എനിക്ക് അടക്കട്ടെ. അയണൊക്കെ നമുക്ക് മൈൻഡ് ചെയ്യണത് കാണിച്ചു തന്നില്ല. നമുക്ക് വില്ലേജ് അല്ല കണ്ടെത്തുന്നത്. അതല്ലേ നമ്മൾ ഇന്നത്തെ ഗോൾ അതല്ലേ. അപ്പോൾ ഇന്നത്തെ ഗോൾ അതാണല്ലേ. അപ്പം നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് കഴിയണ എടുത്തിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് ഒരു സ്റ്റാക്ക് അയൺ എടുത്തിട്ടുണ്ട് നമ്മൾ. നമുക്ക് നേരെ വില്ലേജ് കണ്ടെത്താൻ പോവാം. വില്ലേജ് ഇപ്പോൾ നമ്മളെ ഹങ്കറൊക്കെ ഇങ്ങനെ കുറയുന്നത് വല്ലാത്തൊരു ഹങ്കറാണ്. നമുക്ക് വിശപ്പിൻ്റെ അസുഖം കൊണ്ടുപോകുന്നത്. പെട്ടെന്ന് എത്ര പെട്ടെന്ന് ആ വിശങ്ങണോ. 1 മിനിറ്റ് 1/2 മണിക്കൂർ പോലും ഓർമ്മയില്ല. ഒത്തിരി വിശക്കാണ്, ഭയങ്കര വിശപ്പ്. അതല്ല നമ്മൾ ഹൊറർ മോഡനല്ലേ കേസ് കളിച്ചണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾക്കൊരു ഹൊറർ മോഡ് ചേർത്തിട്ട് നമ്മൾ 13 ദിവസം നമ്മൾ കടന്നുറങ്ങി. ഇത്രയും ദിവസമായിട്ട് നമ്മൾ സോംബിയല്ല, ആ ഒരു ക്രീച്ചറിനെ കണ്ടില്ലല്ലോ കഴിച്ച് നമ്മൾ. ആ ക്രീച്ചർ അവിടെ പോയി. തണ്ണിമത്തൻ നമുക്ക്
ആരോ പശുവാണത്. ഞാൻ വിചാരിച്ചു ആരോ പഞ്ചായത്തുകൾ വരുന്ന വിചാരിച്ചു. കുറച്ച് അത്യാവശ്യത്തിലുള്ള ഫുഡായി. ഇനി നമുക്ക് വില്ലേജ് എത്തി കിട്ടാം. വില്ലേജ് പോവാം. നമുക്ക് വില്ലേജ് ഈ ഒരു കാടൻ താണ്ടി അപ്പോൾ നമ്മുടെ ചെറിയൊരു കേൾക്കാണെത്തിയത്. അതിന് ഓടാം. നമുക്ക് ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഇപ്പോൾ ഗൈസ് നമുക്ക് വെള്ളത്തെ കൂടെ ഒക്കെ നീന്തി ഈ കാടൊക്കെ താണ്ടി പോകണല്ലോ ഗൈസ് നമുക്കൊരു വില്ലേജ് കണ്ടെത്താൻ. ഈ ഒരു കാട്ടൊക്കെ പോകാനാണ് ഗൈസ് പേടി. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ മരത്തിൻ്റെ തണലാണ്. ഇവിടെ കുറേ മരത്തിൻ്റെ തണലുണ്ട്. ആയിട്ട് കൂടുതൽ സോംബികൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗൈസ്. പേടിയാണ്. ഈ ഒരു കാടിൽ മാത്രമാണ് എനിക്ക് പേടി. കാരണം ഈ ഒരു കാട്ടിലാണ് സോംബികൾ കൂടുതലുണ്ടാവുക. ടീസ്പോണായി പോകാത്ത സോംബികളൊക്കെ ഇവിടെ ഉണ്ടാവും. കണ്ടോണ്ടി എവിടെയൊക്കെ ഉണ്ടാവും. ഒന്നത്തെ നൈറ്റും കഴിഞ്ഞു. എവിടെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഗൈസ്. നമുക്ക് പേടിക്കണം. ചെറുതായിട്ട് ലേഗ് അടിച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ടില്ലായിരുന്നില്ല. ചെറുതായിട്ട് ലേഗ് അടിച്ചിട്ടുണ്ടോ ഗൈസ്. നമുക്ക് മരമൊക്കെ മുറിട്ട് പോകാം. വലിയ വലിയ മരം കാണുമ്പോൾ നമുക്ക് വെട്ടിമുറിച്ച് പോവാം. ഞാൻ പറഞ്ഞില്ലേ എന്ത് ചെയ്ത് തെറ്റിട്ട് നോക്കിയാ ഓള് ലേഗ് അടിച്ചാതെ നോക്കിയാ ലേഗ് അടിച്ച് നോക്കിയാ ചെറുതായിട്ട് ലേഗ് അടിച്ചിട്ടുണ്ട്. എനിക്ക് ഈ കാട്ടുകൂടെ തന്നെ പോകണ്ടേ. നമുക്ക് കരയിൽ കൂടെ പോവാം. നമുക്ക് വെയിലിൽ കാടൊന്നും ഇല്ലാത്ത ഈ കരയിൽ കൂടെ ഇങ്ങനെ പോവാം. നമുക്ക് അവിടെ നിന്നാലേ നമ്മളെ പണി തീർക്കും. വില്ലേജും കണ്ടെത്താൻ പറ്റില്ല തോന്നുന്നു. ഞാൻ ഇങ്ങനെ ചാടി അടിച്ചണ്ടേ ഓരോന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേർപ്പിച്ചൊന്നുമില്ല. നമുക്ക് നേരെ വില്ലേജ് കണ്ടെത്തിയിട്ട് ഇതാക്കാം ഗൈസ്. ഇനി ചിലപ്പോൾ ഗൈസ് ആ ഒരു സ്മോവ് വരാൻ സാധ്യത ഉണ്ടോ എന്നൊരു സംശയം. കാരണം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ മുകളിലൊരു എഴുത്തൊന്നായിരുന്നു. എന്തോ ഒരു എഴുത്തൊന്നായിരുന്നു ഗൈസ്. അപ്പം അതിൻ്റെ അർത്ഥം മിക്കവാറും ഈ ഒരു രാത്രിയോ അല്ലെങ്കിൽ ഈ ഒരു നേരത്തോ ചിലപ്പോൾ നമുക്ക് ആ സ്മോവിനെ കാണാൻ പറ്റും ഗൈസ്. അത് നമ്മളെ കൊല്ലാനായിട്ട് വരാൻ സാധ്യത ഉണ്ട്. എത്ര ദൂരം പോയി അറിയാം ഗൈസ് ഞാൻ. എന്നിട്ടൊരു വില്ലേജ് പോയിട്ടൊരു ഒന്നും കാണില്ലല്ലോ ഗൈസ്. എവിടേക്കൊക്കെ എത്തിയെന്ന് പഠിച്ച വമ്പരാനറിയാം ഗൈസ്. കുറേ നേരം യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ എത്തുന്നില്ല. ഗൈസ് ഇത് നമ്മളെ പറ്റിച്ചാണോ എന്നൊരു സംശയം. ഇതൊക്കെ കുറേ വട്ടം പംകിൻ കാണുന്നുണ്ട്, പക്ഷേ വില്ലേജൊന്നും കാണില്ല. വെറുതെ പംകിൻ ഇങ്ങനെ കണ്ടിരുന്നല്ലാതെ ഒരു വില്ലേജ് കാണാൻ പറ്റില്ല ഗൈസ്. നമുക്കിതിന്
ഇത് നടന്ന് നമ്മൾ അഹങ്കാരമൊക്കെ കുറയാന്നല്ലാതെ വില്ലേജ് കിട്ടില്ല. ഭയങ്കരമായിട്ടുള്ള ചില നേരത്തെ ഒരു ചടപ്പ് ഇതാണ് കേസ്. ഈ വില്ലേജ് കണ്ടെത്താൻ അതാണ് പണി. ഇനിയിപ്പോൾ നമ്മൾ കടലിൽ താണ്ടി പോകണല്ലോ. അതൊക്കെയാണ് മഴയും പെയ്തു. കടലും താണ്ടി പോകണം. ഈ കടലിൽ താണ്ടി പോയാലേ ഇപ്പോൾ വില്ലേജ് ഇട്ടുള്ളൂ തോന്നുന്നു. അതിനായിട്ട് നമ്മളിനി ബോട്ട് ഉണ്ടാക്കണം. ഇന്നത്തെ നെറ്റ് ചെയ്യാനായിട്ട് ഞാൻ നെറ്റ് ഓൺ ചെയ്തല്ലോ. എന്തിനാ പിന്നെ ഇന്നത്തെ ഒരു മെസ്സേജ്? വില്ലേജ് കണ്ടെത്തിയിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യാം ഗൈസ്. ഇന്നത്തൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഗൈസ് അവസാനം നമുക്ക് വില്ലേജ് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതല്ല പ്രശ്നം ഗൈസ്. നമുക്കിനി മൈൻഡ് ചെയ്യാൻ പറ്റില്ല. മൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മരം മുട്ടണമെന്നുണ്ടെങ്കിലും പറ്റൂല ഗൈസ്. കാര്യം മുകളിൽ നിന്ന് കണ്ടില്ലേ മറ്റേ ട്രേഡറോ മറ്റേ ഒരു വളത്തിലുള്ള ഒരു സംഭവമല്ലേ, അത് നമുക്ക് പണിയൊന്നും ഗൈസ്. ഒരു പണി തീരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് വേണം ഉണ്ടാക്കണം, പിന്നെ ഒരു പശു വേണം. അവിടെ ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. വല്ല എല്ലാം ഇവിടെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ നമ്മൾ പഠിച്ചത്? ഗ്ലാസ്സിൻ്റെ സംഭവം. ഒരു ഗ്ലാസ് എടുക്കുക, മരത്ത് പൊട്ടിച്ചെടുക്കുക. പൊട്ടിച്ചാൻ പറ്റില്ല, മറന്നുപോയി. ഒരു പാല്, ഒറ്റ പാല്, ഒരു ഗ്ലാസ് പാല്. അടിച്ചാനെല്ലാം അറിഞ്ഞു, പാലെടുക്കാൻ അറിഞ്ഞു. ഓക്കെ, ആ ഒരു വോയിസും തോന്നുന്നു. ഇനി നമുക്ക് നമ്മളെ എൻജോയ് ടേബിൾ പൊട്ടിച്ചെടുക്കാം. എങ്ങനെയൊക്കെയോ ഒരു വില്ലേജ് കണ്ടെത്തി. കഷ്ടപ്പാടാണ് കേസ്, കഷ്ടപ്പാടാണ്, ഇമ്മാതിരി കഷ്ടപ്പാട്. ഒരു വില്ലേജ് കണ്ടെത്താൻ ഇതിനൊക്കെ എന്താ വണ്ടെന്ന് വെച്ചാലേ ഈ വില്ലേജാണ് മൊത്തമായിട്ട് കത്തിച്ചെടുക്കാൻ നല്ലത്. അതൊക്കെ ഇതിന് വേണ്ടത്. ഇത് നോക്കി പേടിപ്പിച്ചത്, ഇത് നോക്കി പേടിപ്പിക്കുന്നത്, നോക്കി പേടിപ്പിക്കുക. നമുക്ക് ആ കാണാൻ മുകളിൽ അവിടെ ഉണ്ടാക്കാം നമുക്ക് വീട്. ഓക്കെ, ഇനി വീടുണ്ടാക്കാൻ്റെ പരിപാടി നോക്കാം. ഗ്ലാസും വേണം, ഗ്ലാസ് ഉണ്ടാക്കാനുള്ള സാൻഡ് ഇവിടെ ഉണ്ടാവും. അവസാനം വില്ലേജ് കണ്ടെത്തി. പിന്നെ ഗൈസ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ പറയാനുള്ളത് 32 സബ്സ്ക്രൈബർ ഉണ്ട്. അതിലൊരു അൺസബ്സ്ക്രൈബറായി. എന്താ കാരണം എന്ന് വെച്ചാൽ അറിയില്ല. ചിലപ്പം ഈ ചാനൽ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാക്കാരം. അല്ലെങ്കിൽ ഒരു ബ്രോ എന്നോട് പറഞ്ഞിരുന്നു വീഡിയോ ഒന്ന് എഡിറ്റിങ് ചെയ്താണ്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഫോളോവേഴ്സ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ ആ ബ്രോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രോയോട് വെച്ച് പറയാനുള്ളത്, ബ്രോ വെച്ച് വീഡിയോ എഡിറ്റിങ് ചെയ്യാൻ അറിയില്ല. ആകെ അറിയുന്നത് ഈ ലോങ്ങൊക്കെ ആവണൊക്കെ ഇങ്ങനെ മുറിച്ച് മാറ്റാൻ മാത്രം അറിയുള്ളൂ.
അല്ലാത്ത സംഭവങ്ങളൊന്നും എനിക്കറിയില്ല. എഡിറ്റിങ് ചെയ്താണ് ഓരോ പാട്ട് വെക്കുക, പിന്നെ ഓരോരോ കോമഡി ആൾക്കാർക്ക് ചിർച്ചണതൊക്കെ അങ്ങനെ എഡിറ്റിങ് ചെയ്താൽ വെക്കാമെന്ന് എനിക്കറിയില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ എഡിറ്റിങ് ചെയ്യാത്തത്. എഡിറ്റിങ് ചെയ്യാൻ അറിയില്ലായിരുന്നു, അങ്ങനത്തെ എഡിറ്റിംഗ് ഒന്നും എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ബ്രോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് പുതിയ ഓരോ ഇൻട്രസ്റ്റിങ്ങിൽ ഓരോ വീഡിയോ ഇടാൻ പറ്റുള്ളൂ ഗൈസ്. അത് വർഷം വലുപ്പം കൂടിപ്പോയി, അതാണ് ടെൻഷൻ. നമ്മളെ പിക്കാക്സാണ് അതിന് പൊട്ടിയും ചെയ്തു. വേറെ പിക്കാക്സ് നമ്മളെ കയ്യിലുണ്ടോ? പേടിച്ചിട്ടുണ്ടോ? അത് പറ്റില്ല. നമുക്ക് ഈ ഗഡ്ജറ്റ് തന്നെ മുറിച്ചാൽ. നമുക്ക് എന്താന്ന് വെച്ചാൽ മറ്റു രീതിക്ക് മുറിച്ചാലേ പണി കിട്ടും. ആയിട്ടാണ് ഞാൻ ഗഡ്ജറ്റ് മുറിച്ചത്. അയ്യോ ഞാൻ ഈ ഒരു മോഡ് ചേർത്താലും പ്രശ്നമാണ്, ഈ മോഡ് ചേർത്തിട്ടില്ലെങ്കിലും പ്രശ്നമാണ് ഗൈസ്. ഈ മരം മുറിച്ചണത് അത് നിങ്ങൾ വെച്ചാൽ കൈ ഇങ്ങനെ പൊട്ടിച്ചാൽ നമുക്ക് ആ ഒരു ബ്ലോക്ക് മാത്രമായിട്ട് കിട്ടും. പക്ഷേ നമുക്ക് പിക്കാക്സായിട്ട് പൊട്ടിച്ചാൽ പിക്കാക്സ് അല്ല, പിന്നെന്താ പറയുക, കോടാലേക്ക് വെച്ചറിയില്ല. ഞാൻ അതിൻ്റെ പറയാൻ അതിൽ ഇത് കാണിച്ചു തരാം. ഇതിപ്പോൾ കുറച്ച് ഒരു ബ്ലോക്ക് കയറിപ്പോയി. അതിന് ഒരു മുസാനം പണിയുണ്ട്, ആ മുകളത്തെ മുസാനം പണിയുണ്ട്. മുസപ്പോൾ കണ്ടില്ലേ, അടിയത്തൊന്നും മുറിച്ചു, അടിയത്തൊക്കെ പൊട്ടിപ്പോയി. അപ്പം അറിയിട്ടാണ് ഞാൻ കച്ചറ്റ് തന്നെ പൊട്ടിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയൊക്കെ വെറുതെ ആവും. ഇവിടെ ഈ ഒരു ഭാഗത്ത് അളവും കാര്യങ്ങളും എടുക്കാല്ലേ. 1 2 3 4 5 6 7 8 9 അത് വേണ്ട, 8 മതി. കറക്റ്റായിട്ടുണ്ടാവില്ലേ? കറക്റ്റായിട്ടുണ്ട്. ഈ നൈറ്റ് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇപ്പം നമ്മൾ വീടുകളിൻ്റെ എത്രയായി. ഇനിയിപ്പോൾ കുറച്ചുകൂടി മഴ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിന്ന് കല്ല് വേണം, പിന്നെ സാൻഡ് വേണം. മെയിനായിട്ട് നമ്മൾ സാൻഡ് എടുക്കാൻ അയണിൻ്റെ ഒരു ഷവർ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിക്കാക്സ് വേണ്ട അല്ലേ, അയണിൻ്റെ അല്ലേ മതി. പക്ഷേ അതിന് മുന്നേ നമുക്ക് ഒന്ന് കടന്നുറങ്ങിയിട്ട് ബാക്കി പണിയെടുക്കാം. ഗൈസ്, ഒരു കാര്യം സംഭവിച്ചു ഗൈസ്. കാര്യം സംഭവിച്ചതെന്ന് വെച്ചാൽ ആണ് കേട്ടോ, നമുക്ക് വർണ്ണസിൽ തെക്കാൻ പറ്റില്ല. ഇതങ്ങനെ ക്ലിക്ക് ചെയ്താലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എന്ത് അപ്ഡേഷൻ അടിച്ചത്? ഏട്ടാ, ഇത് സീനായാലപ്പം എന്ത് പറ്റി അടിച്ചതിനൊക്കെ? എന്തൊക്കെയോ പറ്റി കേസ്, മൈൻക്രാഫ്റ്റിനൊക്കെ എന്തൊക്കെയോ പറ്റി. നമുക്കിനി അടിയത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം. ഗ്ലാസ്സൊക്കെ വന്ന് ഉരുക്കട്ടെ. അപ്പോൾ നമ്മളെ തട്ടിക്കൂട്ടിലെ ഒരു വീടുണ്ടാക്കിയാണ്. നമ്മുടെ
ഇതാണ് നമ്മൾ ഇനി പറയുന്നത്. ഇനി എല്ലാ എപ്പിസോഡിലും ഈ ഒരു വീട് ഉണ്ടാവുള്ളൂ. ഇതാണ് ഇനി നമ്മളെ വീട് ഗൈസ്. രസമൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചറിയാം, എന്നാലും നല്ലൊരു തട്ടിക്കുട്ടിയൊരു വീട്. ഒരു നമുക്ക് കാട്ടാനില്ല, വെളിച്ചം മാത്രമേ ഉള്ളൂ. വെളിച്ചം നമുക്ക് ആവശ്യമില്ല തോന്നുന്നു. കാരണം ഇത്രയും വെളിച്ചം കിട്ടുമ്പോൾ ഇനി എത്ര ടോർച്ചായിട്ടൊരു വെളിച്ചം. അപ്പം എന്നാലും നമുക്കൊരു ടോർച്ച് വെച്ചേക്കാം. ടോർച്ച്, സ്റ്റിക്ക്, കോഡ്, ടോർച്ച്. ഈ വാതിലിൽ ഈ ഒരു സൈഡിൽ, ഈ ഒരു സൈഡിൽ അപ്പോൾ വെളിച്ചായില്ലേ. ഇനി നമ്മളെ ഗോൾ ഗൈസ് ആ ഒരു സ്നോവിനെ പിടിക്കലാണ് നമ്മൾ ഇനി അടുത്ത എപ്പിസോഡുകളിലേക്ക് പോകണം. കൂടെ അല്ല, പിടിച്ചാലൊരു ലക്ഷ്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ ഗൈസ്. എല്ലാവർക്കും ബായ്.